അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിനിടയിൽ ഹിജ്റ 2-ാം വർഷം റജബ് മാസത്തിൽ മറ്റൊരു സംഭവമുണ്ടായി. സംഭവം എന്നാൽ ഒരു ഖേദകരമായ സംഭവം തന്നെയാണ്. അതിൻ്റെ അവസാന കാഴ്ചകളിലേക്ക് വരുമ്പോൾ സംഭവം ഇങ്ങനെയായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവ് പോലെ ഒരു നിരീക്ഷണ സംഘത്തെ നിയോഗിച്ചു. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, 12 പേർ. അവരുടെ നേതാവ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹവും 12 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം മക്കയുടെ ഭാഗത്തേക്കാണ് പോയത്. നബി അവരെ അയക്കുമ്പോൾ വിചിത്രമായ ഒരു നിർദ്ദേശം നൽകി. മറ്റൊന്നുമല്ല, അവരുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ മക്കയുടെ ഭാഗത്തേക്ക് 2 ദിവസം നടക്കുക. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ കത്ത് തുറക്കുക. അപ്പോൾ ആ കത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതനുസരിച്ച് ചെയ്യുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുക്തിഭദ്രമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു നീക്കമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ നേരെ നിയോഗിക്കുന്നത് മക്കയുടെ ഭാഗത്തേക്കാണ്. മക്കയിലാണ് എല്ലാ ഭീഷണിയും കുടികെട്ടിയിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് പോകാൻ പറയുമ്പോഴും നടന്ന് മുന്നോട്ട് പോകുമ്പോഴുമെല്ലാം ഇവരുടെ ഉള്ളിൽ ഒരാശങ്കയുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്നുമല്ല, യുദ്ധങ്ങളോ വിജയങ്ങളോ മറ്റൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ബദർ യുദ്ധം, ഉഹദ് യുദ്ധം തുടങ്ങിയ വലിയ സംഭവങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം ആയിരുന്നുവെങ്കിൽ അതിൻ്റേതായ ഒരു ആവേശവും ഊർജവുമെല്ലാം അവർക്കുണ്ടാകുമായിരുന്നു. ഇത് എന്തൊക്കെയാണ് സംഭവിക്കുക, എന്താണ് ഈ നിയോഗത്തിൻ്റെ ഉദ്ദേശം, ഇതിനെക്കുറിച്ചൊന്നുള്ള വളരെ വ്യക്തമായ വിവരങ്ങൾ അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് അവരോട് നടക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിലുള്ളത് എന്തായിരിക്കും? തങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ കത്തായിരിക്കും. ആ കത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ സന്ദേശമുണ്ട്. അതെന്താണ് എന്നറിയണമെങ്കിൽ 2 ദിവസത്തെ നടത്തം നടക്കേണ്ടിയിരിക്കുന്നു എന്ന അവസ്ഥയിലായിരുന്നു അവർ. അതുകൊണ്ട് അവർ യാതൊരു മടിയുമില്ലാതെ ആവേശപൂർവ്വം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പോലെ 2 ദിവസം കഴിഞ്ഞ് അവരുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു കത്ത് തുറന്നു നോക്കി. കത്ത് തുറന്നപ്പോൾ അതിലെഴുതിയിരിക്കുന്നത്, നിങ്ങൾ നഖ്ലയിലേക്ക് പോവുക. നഖ്ല എന്ന് പറഞ്ഞാൽ മക്കയുടെയും തായിഫിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അതും ഭീഷണിയുടെ കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ കാണേണ്ട സ്ഥലം തന്നെയാണ്. സാധാരണഗതിയിൽ എപ്പോഴും മക്കക്കാരായ പ്രധാനികളുടെ കച്ചവട സംഘങ്ങൾ കടന്നു പോവുകയും തിരിച്ചു വരികയും എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് നഖ്ല. ആ കത്തിൻ്റെ അടിയിൽ തന്നെ മറ്റൊരു കാര്യം നബി സൂചിപ്പിച്ചിട്ടുണ്ട്. പോരാൻ ഉദ്ദേശിക്കുന്നവർ മാത്രം പോന്നാൽ മതി നഖ്ലയിലേക്ക്. ആരെയും നിർബന്ധിക്കേണ്ടതില്ല, ബലപ്രയോഗം നടത്തേണ്ടതില്ല. പോരാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് മടങ്ങുകയുമാവാം. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷയം അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു തൻ്റെ സംഘാംഗങ്ങളോട് പറഞ്ഞു. എല്ലാവരും തയ്യാറായിരുന്നു. നബി പറഞ്ഞതുപോലെ മുന്നോട്ട് പോകാൻ, നഖ്ലയിലേക്ക് പോകാൻ തന്നെയായിരുന്നു തയ്യാറായിരുന്നത്. പക്ഷെ അവരിൽ 2 പേർക്ക് ചെറിയൊരു തടസ്സം വന്നു. എന്താണ് ആ തടസ്സം എന്ന് ചോദിച്ചാൽ, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഉത്ബ ബിൻ ഖസ്വാൻ റളിയല്ലാഹു അൻഹു, ഇവർ 2 പേരുടെയും ഒട്ടകം വഴി തെറ്റിപ്പോയിരുന്നു. അവർ 2 പേരും അതിനെ തിരഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് ആ 2 ആൾക്കാർക്ക് ഈ സംഘത്തോടൊപ്പം എത്താൻ കഴിഞ്ഞില്ല. പിന്നെ അവിടെ വേറെ കാര്യം പറയാനുള്ളത്, സംഘത്തിലുള്ളവരെല്ലാവരും മുഹാജിരീങ്ങളാണ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, അവരുടെ എണ്ണത്തിൻ്റെ പകുതി വാഹനങ്ങളെ അവർക്കുള്ളൂ. ഒരു വാഹനത്തിൽ 2 പേർ ഊഴം വെച്ച് കയറിക്കൊണ്ടായിരുന്നു യാത്ര. അത്രയും ദരിദ്രമായിരുന്നു ഇസ്ലാമിൻ്റെ
ആദ്യ ദിവസങ്ങളൊക്കെ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നബി പറഞ്ഞതുപോലെ അവർ നഖലയിലെത്തിയപ്പോൾ അവിടെ അവർ കണ്ടു, വലിയ ഒരു കച്ചവട സംഘം വരുന്നതായി കണ്ടു. ആ കച്ചവട സംഘത്തിൽ ഉണക്കമുന്തിരി തുടങ്ങിയ കുറച്ചുകൂടി വിലപ്പെട്ട വസ്തുവകകളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ നേതാവ് അംർ ബിൻ അൽ ഹളറമിയാണ്. ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹിൽ മുഗീറ, നൗഫൽ ബിൻ അബ്ദുല്ലാഹിൽ മുഗീറ തുടങ്ങിയ ആൾക്കാരും ഹക്കമ ബിൻ കൈസാൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ആ സംഘത്തിൽ ഉണ്ട്. അപ്പോൾ ആ സംഘത്തെ, എതിർപക്ഷത്തിൻ്റെ സംഘത്തെ മുമ്പിൽ കണ്ടു. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് അവർക്കറിയാം. പക്ഷേ അവരുടെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.